നമസ്കാരം. ഞാൻ ഡോക്ടർ സനൻ. സാധാരണയായിട്ട് ഇപ്പം കൂടുതൽ പേഷ്യൻസിലും അസിഡിക് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും കുറെ മെഡിസിൻ ഒക്കെ എടുക്കും. അധികം ആൾക്കാരും ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഭയങ്കര സിവിയർ ആകുമ്പോഴാണ് ഒന്ന് കാണിക്കുന്നതൊക്കെ തന്നെ. ഇങ്ങനെ നമ്മൾ അസിഡിക് പ്രോബ്ലംസ് മൈൻഡ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് അന്നനാളത്തിലൊക്കെ ക്യാൻസർ ഒക്കെ വരുന്നതിനൊക്കെ കാരണമാവാം. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ അകത്താക്കുന്ന ഭക്ഷണത്തിന്റെ സ്റ്റൈലാണ്. അതായത് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ഇതിന് കണക്കായിട്ട് നിങ്ങളെ അസിഡിക് പ്രോബ്ലംസ് മെയിൻറ്റെയിൻ ആയി കൊണ്ടുപോകും. ഇതിൽ ഒന്നാമത്തെ കാര്യം, രാവിലെ വെറും വയറ്റില് നിങ്ങൾ കോഫി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുളിപ്പ് കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ, അതായത് സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച്, മുസമ്പി പോലുള്ള വസ്തുക്കളൊക്കെ രാവിലെ തന്നെ വെറും വയറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കൂടുതൽ എരിവ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പിന്നെ ഓയിലി ഫുഡ്സ് ഒക്കെ കൂടുതൽ അകത്താക്കുന്ന ആൾക്കാരിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. കൂടാതെ തന്നെ ഈ കാർബണേറ്റഡ് പാനീയങ്ങൾ, അതായത് ഈ പെപ്സി, സെവനപ്പ് ഒക്കെ പോലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ രാവിലെ തന്നെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസിഡിക് പ്രോബ്ലംസ് മാറാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് മാറ്റി വെക്കുക. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ തന്നെ വലിയ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.